ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ചൂടുവെള്ളത്തിന് വേണ്ടി സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. ഏറ്റവും മുകളിൽ നമ്മൾ വാട്ടർ ഹീറ്റർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് പകൽ സമയങ്ങളിൽ നമുക്ക് വെള്ളം നല്ല ചൂടായിട്ട് കിട്ടും. ആ സമയത്ത് നമുക്ക് ചൂടുവെള്ളം കിട്ടണമെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ ആ സമയത്ത് രാവിലെ ഒരു 5 മണി 6 മണിയൊക്കെ ആവുന്ന സമയത്ത് വെളുപ്പിന് അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്താണ് നമുക്ക് ചൂടുവെള്ളം കിട്ടണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിക്കാം, പ്ലംബിങ്ങിന് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഒരു വാട്ടർ ഹീറ്ററും കൂടി നമ്മൾ റൂമിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവൻ്റെ പ്ലംബിങ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ചൂടുവെള്ളം കിട്ടാനുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഡൈവേർട്ടറിൻ്റെ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഡൈവേർട്ടർ സാധാരണ പോലത്തെ സിസ്റ്റം തന്നെ ചൂടുവെള്ളം റൈറ്റ് സൈഡ് വരും, ചൂടുവെള്ളം ലെഫ്റ്റ് സൈഡിൽ വരുന്നു, റൈറ്റ് സൈഡിൽ പച്ചവെള്ളം വരുന്നു. ഇതിപ്പോൾ ടാപ്പ് ആണെങ്കിലും അങ്ങനെ തന്നെ വരുന്നത് ഉണ്ടാവും. ഈ വരുന്നത് പച്ചവെള്ളമാണ് ഡൈവേർട്ടറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കൊടുത്തു. പിന്നെ വരുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. ലെഫ്റ്റ് സൈഡിൽ ചൂടുവെള്ളം വരുന്നത് നേരെ നമ്മൾ കൊടുക്കുന്നത് വാട്ടർ ഹീറ്ററിൻ്റെ ഔട്ടാണ്. പിന്നെ ഈ കാണുന്നത് സ്പൗട്ടിന് വേണ്ടിയിട്ട്, നേരെ മുകളിൽ കാണുന്നത് ഷവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറയുന്ന ഇപ്പുറത്ത് വന്നിരിക്കുന്ന ഈ ഏരിയയിലാണ് നമ്മൾ നമ്മുടെ ഹീറ്റർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹീറ്ററിൻ്റെ ഔട്ടാണ് ഈ കാണുന്ന ചൂടുവെള്ളത്തിന് നമ്മൾ ഡൈവേർട്ടറിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിലൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനാണ് നമ്മൾ സോളാറിൻ്റെ വാട്ടർ ഹീറ്ററിൽ നിന്ന് വരുന്നത്. അപ്പോൾ സോളാറിൻ്റെ വാട്ടർ ഹീറ്ററിൽ നിന്ന് വരുന്നത് നേരെ നമ്മുടെ ഈ അകത്ത് നമ്മളൊരു എക്സ്ട്രാ ഒരു വാട്ടർ ഹീറ്റർ കൂടി കൊടുക്കുന്നുണ്ട്. 2 ലിറ്ററിൻ്റെ 1 ലിറ്ററിൻ്റെ വാട്ടർ ഹീറ്റർ കൊടുത്തിട്ട് ആ വാട്ടർ ഹീറ്ററിൻ്റെ ഇന്നാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് പുറത്തുനിന്ന് വന്നിരിക്കുന്ന ആ പൈപ്പ് നമ്മൾ വാട്ടർ ഹീറ്ററിൻ്റെ ഇന്നായിട്ട് കൊടുക്കും. അതായത് നമ്മൾ അകത്ത് വെച്ചിരിക്കുന്ന വാട്ടർ ഹീറ്ററിൻ്റെ ഇന്ന് മുകളിലിരിക്കുന്ന നമ്മുടെ മുകളിൽ വെച്ചിരിക്കുന്ന വാട്ടർ ഹീറ്ററിൽ നിന്നാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ഹീറ്റർ പകൽ സമയങ്ങളിൽ ഓൺ ആക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഈ വാട്ടർ ഹീറ്റർ വഴി നമ്മുടെ മുകളിലിരിക്കുന്ന സോളാറിൻ്റെ വാട്ടർ ഹീറ്ററിൽ നിന്ന് വരുന്ന വെള്ളം അതിലൂടെ കയറി ഇറങ്ങി നമ്മുടെ അകത്തിരിക്കുന്ന വാട്ടർ ഹീറ്ററിലൂടെ കയറി ഇറങ്ങി ഡൈവേർട്ടറിലേക്ക് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചൂടുവെള്ളം മുകളിൽ നിന്ന് വരുന്ന ചൂടുവെള്ളം നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ പറയുന്ന ഡൈവേർട്ടറിലേക്ക് കിട്ടും. അതല്ല നമ്മൾ പകൽ സമയങ്ങളിലല്ല, രാത്രി സമയങ്ങളിൽ നമുക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ അതിൻ്റെ മുകളിലുള്ള അല്ലെങ്കിൽ വെളുപ്പിൻ്റെ സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വാട്ടർ ഹീറ്റർ നമ്മൾ ഓൺ ചെയ്യണം. ഈ വാട്ടർ ഹീറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് മുകളിലെ സോളാറിൽ കിടക്കുന്ന വാട്ടർ ഹീറ്റർ ചിലപ്പോൾ വെള്ളം തണുത്തിട്ടുണ്ടാവും. ആ വെള്ളമായിരിക്കും ഈ സോളാറിൻ്റെ സാധാരണ വാട്ടർ ഹീറ്ററിലേക്ക് വരുന്നത്. അതുവഴി നമ്മൾ ഇവിടെ വാട്ടർ ഹീറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ബാത്റൂമിൻ്റെ അകത്ത് വാട്ടർ ഹീറ്റർ ഒന്ന് ഓൺ ചെയ്യുക, 1 ലിറ്ററിൻ്റെ എങ്ങനെ. അപ്പോൾ അത്രയും വെള്ളം ചൂടായിട്ട് നമ്മൾ ഈ പറയുന്ന ഡൈവേർട്ടറിലേക്ക് കിട്ടും. സിമ്പിളായിട്ട് പറഞ്ഞത്രേ ഉള്ളൂ. നമ്മുടെ മുകളിലിരിക്കുന്ന വാട്ടർ ഹീറ്ററിൽ നിന്നും സോളാറിൻ്റെ വാട്ടർ ഹീറ്ററിൽ നിന്നും ബൈപ്പാസ് ചെയ്ത് നമ്മുടെ അകത്തിരിക്കുന്ന വാട്ടർ ഹീറ്ററിൽ വഴിയാണ് ഈ പറയുന്ന ചൂടുവെള്ളം ഡൈവേർട്ടറിലേക്ക് വരുന്നത്. അതായത് മുകളിലിരിക്കുന്ന വാട്ടർ ഹീറ്ററിലെ വെള്ളം താഴെ ഇരിക്കുന്ന വാട്ടർ ഹീറ്റർ വഴി കയറി ഇറങ്ങിയിട്ടാണ് നമ്മുടെ ഡൈവേർട്ടറിലേക്ക് വരുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകൽ സമയങ്ങളിൽ നമുക്ക് മുകളിലുള്ള സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്ന് ചൂടുവെള്ളം ഉപയോഗിക്കാം. വെളുപ്പിനൊക്കെ സമയത്ത് നമുക്ക് വെളുപ്പിന് അത്യാവശ്യം നേരത്തെ അതായത് ഉള്ള സമയത്ത് നമ്മുടെ മുകളിലുള്ള വാട്ടർ ഹീറ്ററിൻ്റെ വെള്ളം പോയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് ബാത്റൂമിൻ്റെ അകത്തുള്ള വാട്ടർ ഹീറ്റർ ഓൺ ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ വാട്ടർ ഹീറ്റർ മുകളിൽ വെച്ചാലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പകൽ സമയങ്ങളിൽ നല്ല ചൂടുവെള്ളം നമ്മുടെ വെളുപ്പിന് സമയങ്ങളിൽ ചൂടുവെള്ളം കിട്ടണമെങ്കിൽ നമുക്ക് ഈ വാട്ടർ ഹീറ്റർ ഓൺ ചെയ്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒരു ചോദ്യം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ വാട്ടർ ഹീറ്റർ റൂമിൻ്റെ അകത്ത് മാത്രം വെച്ചാൽ പോരെയെന്ന്. പക്ഷേ ഏറ്റവും നല്ലത് റൂമിൻ്റെ അകത്ത് വെക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അതായത് 1 ലിറ്ററിൻ്റെ 2 ലിറ്ററിൻ്റെ മാക്സിമം വെച്ചാൽ മതി. ബാക്കിയുള്ള സമയങ്ങളിൽ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ യൂസ് ചെയ്യാം. ഈ പറയുന്ന വെളുപ്പിന് മാത്രമാണ് നമുക്ക് സാധാരണ ഈ വാട്ടർ ഹീറ്ററിൽ നിന്നുള്ള ചൂടുവെള്ളം കിട്ടാത്തുള്ളൂ. എന്നാൽ കൂടുതൽ ആവശ്യം വരുന്നത് ആ സമയത്താണ്. ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന ഈ റൂമിൻ്റെ അകത്തിരിക്കുന്ന വാട്ടർ ഹീറ്റർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുളിക്കുന്നതിനുള്ള വെള്ളം കാര്യങ്ങൾ ലഭിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് അതായത് എങ്ങനെയാണ് ഇതിൻ്റെ പ്ലംബിങ് ചെയ്യണമെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view.